ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 723. സൂറത്തുൽ ഹജ്ജ് ആയത്തുകൾ 25 മുതൽ 38 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. ذلك ومن يعظم حرمات الله فهو خير له عند ربه. وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به. ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا. وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. والبدن جعلناها لكم من شعائر الله لكم فيها خير
فاذكروا اسم الله عليها الصواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 724, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 25, പേജ് നമ്പർ 1162. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും നിഷേധികളായിട്ടുള്ളവർ, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു. വൽ മസ്ജിദിൽ ഹറാമില്ലദീ ജഅൽനാഹു ലിന്നാസി, മനുഷ്യർക്കായി നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള പരിശുദ്ധ പള്ളിയിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്നവർ, പരിശുദ്ധ പള്ളിയിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുന്നവർ. സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്, അവിടെ താമസിക്കുന്നവനും അവിടെ വന്നെത്തുന്നവനും സമമാണ്. എല്ലാവർക്കും അവകാശപ്പെട്ടതായി നാം നിശ്ചയിച്ച പള്ളിയിൽ നിന്ന് തടയുന്നവരും മഹാപാപികളാകുന്നു. അവരുടെ നേരെ എന്ത് ശിക്ഷാ നടപടിയും നടത്താവുന്നതാണ്. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിഗുൽമിൻ, അവിടെ ആരെങ്കിലും അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ലതും ഉദ്ദേശിക്കുന്ന പക്ഷം നുദിഖുഹു മിൻ അദാബിൻ അലീം, ഹിജ്റ 6-ാം കൊല്ലത്തിൽ വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് അവന് നാം ആസ്വദിപ്പിക്കുന്നതാകുന്നു. ഹിജ്റ 6-ാം കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉംറ ചെയ്യാനായി മക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കുകൾ തടഞ്ഞു. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്കുള്ള കേന്ദ്രവും നമസ്കാരത്തിൽ അവരുടെ ഖിബ്ലയുമായിട്ടാണ് കഅബ പണിതത്. അതിൻ്റെ യഥാർത്ഥ ഉടയവൻ അള്ളാഹു ആകുന്നു. അവിടെ താമസിക്കുന്നവർക്കും വന്നു പോകുന്നവർക്കും അത് സമാവകാശമായി വിധിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗം സ്വീകരിച്ചവരാണ്. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് അവിടെ യാതൊരു അവകാശവുമില്ല. എന്നാൽ ഇപ്പോൾ കയ്യൂക്ക് കൊണ്ട് മുശ്രിക്കുകൾ അധികാരം നടത്തുകയും യഥാർത്ഥ അവകാശികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഅ്മിനുകളെയും അക്രമമായും അന്യായമായും തടഞ്ഞിരിക്കുകയുമാണല്ലോ. അവർക്കുള്ള ശിക്ഷ അതിഭയങ്കരമാകുന്നു. പേജ് നമ്പർ 1163, ആയത്ത് 26. ഇബ്രാഹിമിനു വേണ്ടി നാം ആ ഭവനത്തിൻ്റെ അഥവാ കഅബയുടെ സ്ഥാനം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിലിനെയും മാതാവ് ഹാജറയെയും ഷാമിൽ നിന്ന് കൊണ്ടുവന്ന് കഅബയുടെ അടുത്ത് താമസിപ്പിച്ചു. മക്ക അന്ന് വിജയപ്രദേശമായിരുന്നു. കഅബ സ്ഥിതി ചെയ്യുന്നിടത്ത് കുട്ടിയെയും ഉമ്മയെയും കൊണ്ടുവന്നാക്കി തിരിച്ചു പോയപ്പോൾ ഞങ്ങളുടെ കാര്യം ആരെ ഏൽപ്പിച്ചാണ് പോകുന്നതെന്ന് ഹാജറ ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി ഒന്നും പറഞ്ഞില്ല. 3 തവണ ചോദിച്ചു, മറുപടിയില്ല. അവർ ചോദിച്ചു, ഇത് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന്. അതേ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന്. ഈ രംഗം ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കും. കഅബ എന്താണ് നിർമ്മിച്ചത് എന്നതിന് വ്യക്തമായ രേഖകളൊന്നുമില്ല. കഅബ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അത് പുനർനിർമ്മാണം നടത്തുവാനാണ് അള്ളാഹു കൽപ്പിച്ചതെന്നും മനസ്സിലാകുന്നു. സത്യം അള്ളാഹുവിനറിയാം. ഇബ്രാഹിമും അലൈഹിസ്സലാം മകൻ ഇസ്മായിലും അലൈഹിസ്സലാം ആ മഹത്തായ കർമ്മം പൂർത്തിയാക്കി. പിൽക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സ് പ്രായമായപ്പോൾ ഒരു മലവെള്ളത്തിൽ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അനന്തരം ഖുറൈശികൾ അത് പൊളിച്ചു പണിയുകയുണ്ടായി. ഹജറുൽ അസ്വദ് വെക്കുവാൻ നേരത്ത് കുഴപ്പമുണ്ടാവുകയും ഖുറൈശികൾ അതിനുവേണ്ടി പോരാടാൻ തയ്യാറെടുക്കുകയും ആ കുഴപ്പം പ്രവാചകൻ പരിഹരിക്കുകയും ചെയ്തു. താൻ വിരിച്ച ഒരു തുണിയിൽ ഹജറുൽ അസ്വദ് എടുത്ത് വെക്കുകയും ആ തുണിയുടെ ഓരോ ഭാഗത്ത് പ്രധാന കുടുംബങ്ങളുടെ നേതാക്കളോട് പിടിക്കുവാൻ പറഞ്ഞു. അതവർ പൊക്കുകയും പ്രവാചകൻ കല്ലെടുത്ത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്ത ചരിത്രം പ്രസിദ്ധമാണല്ലോ. പിന്നീട് യസീദിൻ്റെ കാലത്ത് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമായുള്ള യുദ്ധത്തിൽ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇബ്നു സുബൈർ
അതെല്ലാം ശരിയാക്കി. അധികം വൈകാതെ അദ്ദേഹവും ഹജ്ജാജുമായുള്ള മറ്റൊരു യുദ്ധത്തിൽ പറ്റിയ കേടുപാടുകൾ ഹജ്ജാജ് നേരെയാക്കി. ഹിജ്റ 74 ആയിരുന്നു അത്. അന്നത്തെ കെട്ടിടമാണ് ഇന്നും നിലവിലുള്ളത്. അല്ലാ തുശ്രിക് ബി ഷൈഅൻ, യാതൊന്നിനെയും എന്നോട് പങ്കു ചേർക്കരുതെന്ന്. വത്വഹിർ ബൈതി ലിത്വാഇഫീന വൽഖായിമീന വറുകഅഇ സുജൂദ്, എൻ്റെ മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും റുക്കൂഉം സുജൂദും ചെയ്യുന്നവർക്കും വേണ്ടി ശുദ്ധിയാക്കുകയും ചെയ്യുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കഅബയുടെ അടുക്കലേക്ക് പുറപ്പെട്ടപ്പോൾ അക്രമമായി അവരെ തടഞ്ഞ ഈ കൂട്ടർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗത്തിലല്ല, എതിരിലാകുന്നു. അള്ളാഹു അത്ഭുതകരമായ നിലയിൽ ക്ഷമിക്കുകയാണ്. അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറയേണ്ടതേ ഉള്ളൂ, അപ്പോൾ തന്നെ അത് നടപ്പിലാകും. ഈ ദുഷ്ടന്മാരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ചെയ്യാത്തത് എന്തൊരത്ഭുതം! ഇത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിക്കുന്നവരാരുണ്ട്? ആയത്ത് 27. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനെ പറ്റി ജനങ്ങളിൽ നീ വിളംബരം ചെയ്യുക. പേജ് നമ്പർ 1164. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, കാൽനടയായും ദൂരദേശങ്ങളിൽ നിന്നും എല്ലാ മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് കയറിയവരായും നിന്റെ അടുക്കൽ അവർ വന്നെത്തുന്നതാകുന്നു എന്ന് അദ്ദേഹത്തോട് നാം പറഞ്ഞു. നിന്റെ അടുക്കൽ എന്ന് വെച്ചാൽ നീ വിളിച്ച സ്ഥലത്തേക്ക് എന്ന് സാരം. കഅബ പുനർനിർമ്മാണത്തിന് ശേഷം ഹജ്ജിന് വരാൻ ആഹ്വാനം നൽകാൻ ഇബ്രാഹിം അലൈഹി സ്വലാമയോട് അള്ളാഹു കൽപ്പിച്ചു. എൻ്റെ ശബ്ദം എവിടെ എത്തുവാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വിളിച്ച് പ്രഖ്യാപിച്ചു കൊള്ളുക, വിളി എത്തിക്കുന്നത് എൻ്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അതനുസരിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാം ആ കൽപ്പന പ്രഖ്യാപനം ചെയ്തു. അള്ളാഹു ഉദ്ദേശിച്ചവരെല്ലാം ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിനായി എത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മുതലായവരിൽ നിന്ന് ഇപ്രകാരം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അലാസ്ക മുതൽ ഫിജി ദ്വീപുകൾ വരെ പരന്നു കിടക്കുന്ന വിശാലമായ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 200-ൽ പരം രാഷ്ട്രങ്ങളിൽ നിന്ന് കപ്പലിലും വിമാനത്തിലും കരമാർഗവും നടന്നും 45 ലക്ഷത്തോളം വിശ്വാസികൾ മക്കയിൽ സംഗമിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ അനുഗ്രഹം ലഭിച്ചവരാണവർ. ആയത്ത് 28. ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് ഉപകാരപ്രദമായ പലതിലും അവർ സന്നിഹിതരാകാൻ തക്കവണ്ണം ഇഹലോകത്തും പരലോകത്തും ഗുണം നൽകുന്ന പലതിലും പങ്കെടുക്കാൻ ഹജ്ജ് മുഖേന സാധിക്കുന്നു. ഏറെ പുണ്യം അധികരിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് പരലോകത്തേക്ക് വലിയ ഗുണം സമ്പാദിക്കാൻ കഴിയുന്നു. അനേകം രാജ്യക്കാർ, വൈവിധ്യമാർന്ന ഭാഷകൾ, വേഷങ്ങൾ, വ്യത്യസ്ത വർണ്ണങ്ങൾ, ആകൃതികൾ ഇവയൊക്കെയുള്ള വിശ്വാസികളുമായി കണ്ടുമുട്ടുന്നത് തന്നെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരനുഭവമായിരിക്കും. വിവിധ നാടുകളിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവർക്ക് സാധിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനാൽ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുനന്മയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൂടിയാലോചിക്കുവാനും മറ്റും സൗകര്യപ്പെടുന്നു. മുസ്ലിങ്ങൾ ഈ സൗകര്യം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു അവർക്ക് കൊടുത്ത കന്നുകാലി മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അവർ പറയുവാൻ വേണ്ടിയും. അറിയപ്പെട്ട ദിവസങ്ങളിൽ എന്നതുകൊണ്ട് ഹജ്ജ് 10, 11, 12 ഇങ്ങനെ 3 ദിവസങ്ങളാണ്. അല്ലെങ്കിൽ 13 കൂടി 4 ദിവസമാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഈ ദിവസങ്ങളോട് കൂടിയാണ് അവസാനിക്കുക. ഈ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് മൃഗങ്ങളെ അറുക്കുക. ഇത് വലിയൊരു വിഷയമാണ്. അവിടെ വെച്ച് ചെയ്യണമെന്നാണ് കൽപ്പന. ഇത് മുൻകൂട്ടി ചെയ്യൽ ശരിയല്ല. മുൻകൂട്ടി ചെയ്യൽ ഹജ്ജിൻ്റെ ബലിയിലേക്ക് പരിഗണിക്കുകയില്ല. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ തിന്നുക, ദരിദ്രനായ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ തീറ്റുകയും ചെയ്യുക. ഈ തീറ്റ സാധാരണ തീറ്റ പോലെയല്ല, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഒരു ഇനമാണിത്. അള്ളാഹു കൽപ്പിച്ചതാണ്. ആ നിയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താണ്. പേജ് നമ്പർ 1165. പിന്നെ അവർ അവരുടെ അഴുക്ക് നീക്കട്ടെ. വല്യുഫൂ നുദൂറഹും, അവരുടെ നേർച്ചകൾ അവർ വീട്ടുകയും ചെയ്യട്ടെ. വല്യത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന മന്ദിരത്തെ അവർ പ്രദക്ഷിണം വെക്കുകയും ചെയ്യട്ടെ. അഴുക്ക് മാറ്റണമെന്ന് വെച്ചാൽ മുടിയും നഖവും വളർന്ന് ചേറും ചെളിയും നിറഞ്ഞ് മുഷിഞ്ഞ് ചടച്ച അവരുടെ ആ സ്ഥിതിയെല്ലാം മാറ്റണം. നഖം മുറിക്കണം, മുടി നീക്കണം, മീശ വെട്ടണം എന്ന് സാരം. ഇതിനോടൊപ്പം ചിലർ താടി വടിക്കാറുണ്ട്. അത് ശരിയല്ല. പുരാതന മന്ദിരം എന്ന് പറഞ്ഞത് കഅബയെ പറ്റിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം വ്യക്തമാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അത് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 725, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 30, പേജ് നമ്പർ 1165. ذلك ومن يعظم حرمات الله فهو خير له عند ربه. അത് സ്വീകരിക്കുവിൻ, അള്ളാഹു പവിത്രത നൽകിയ വസ്തുക്കളെ ആരെങ്കിലും ആദരിക്കുന്ന പക്ഷം അവൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അത് അവന് നല്ലതാകുന്നു. റബ്ബ് അത് അംഗീകരിക്കുകയും മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. കഅബ, സഫ, മർവ, മിന, അറഫ, മുസ്ദലിഫ ഇതൊക്കെ അള്ളാഹു പവിത്രമാക്കിയ സ്ഥലങ്ങളാണ്. അവയെ ആദരിക്കുന്നത് പുണ്യവുമാണ്. ആദരിക്കുന്നതും മതം അനുവദിച്ച പരിധിക്കുള്ളിൽ മാത്രം. ആ പരിധികൾ ലംഘിക്കരുത്. കന്നുകാലികൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നതൊഴികെ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അർപ്പിക്കപ്പെടുന്നതും നിഷിദ്ധമാക്കപ്പെട്ട ശവം, രക്തം, പന്നിമാംസം തുടങ്ങിയവയും തിന്നാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ. അതൊഴിച്ച് ബാക്കിയുള്ള ആട്, മാട്, ഒട്ടകം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി. എന്നാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യം നിങ്ങൾ ഉപേക്ഷിക്കുകയും വജ്തനിബു ഖൗല സൂർ. വ്യാജവാക്കുകളും നിങ്ങൾ ഉപേക്ഷിക്കുകയും. ആയത്ത് 31. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി. അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായ നിലയിൽ അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലും. വമൻ യുശ്രിക് ബില്ലാഹി. ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന പക്ഷം ഫകഅന്നമാ ഖറ മിനസ് സമാഇ. അവൻ ആകാശത്തിൽ നിന്ന് താഴോട്ട് വീണതുപോലെയായിരിക്കും. ഫതഖ്തഫു ത്വയ്റു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും. പേജ് നമ്പർ 1166. ഔ തഹ്വീ ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ്. അല്ലെങ്കിൽ കാറ്റ് അവനെ കൊണ്ടുപോയി അത്യഗാധമായ സ്ഥലത്ത് എറിയുകയും ചെയ്യും. വിമാനത്തിൽ ആകാശത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ താഴോട്ട് വീണു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അയാളുടെ ഗതി? ഭൂമിയിലേക്ക് താണുകൊണ്ടിരിക്കുന്നതിനിടയിൽ പക്ഷികൾ റാഞ്ചുകയോ അല്ലെങ്കിൽ കാറ്റ് അയാളെ കൊണ്ടുപോയി വിദൂരമായൊരു സ്ഥലത്ത് തള്ളിയിടുകയോ ചെയ്താൽ അയാളുടെ സ്ഥിതി എന്ത്? ഇതുപോലെയാണ് അള്ളാഹുവിന് പറയുമ്പോൾ മറ്റു വല്ലതിനെയും ആരാധിക്കുന്നവൻ്റെ അവസ്ഥ. അവൻ എല്ലാത്തിനും അവലംബമായി കരുതിയ ആ ദൈവങ്ങളിൽ നിന്ന് യാതൊരു ഗുണവും ലഭിച്ചില്ല. അള്ളാഹുവിൻ്റെ രക്ഷയും സഹായവും മുമ്പ് തന്നെ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ എല്ലാ കാര്യത്തിനും അവലംബം അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവുമാണ്. അവൻ ആവശ്യപ്പെടാതെ തന്നെ വേണ്ട സംവിധാനങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്ന് ശക്തിയായി കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ മനുഷ്യർ ഒന്നിനും കഴിയാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അവയെ ആരാധിക്കുന്നു. ഇത് മഹാബുദ്ധിക്കേടും സൃഷ്ടാവിനോടുള്ള നന്ദികേടുമാണ്. അവൻ്റെ കാര്യം മഹാ അപകടത്തിലായിത്തീരുകയും ചെയ്യും. ആയത്ത് 32. ذلك അത് മനസ്സിലാക്കുക. ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽപ്പെട്ടതാകുന്നു. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളും ചിഹ്നങ്ങളുമായിട്ടുള്ള വസ്തുക്കൾ, ബലിമൃഗങ്ങൾ അവയിൽപ്പെട്ടതാണ്. അതിനെ ആദരിക്കേണ്ടത് എങ്ങനെയെന്നാൽ മറ്റ് അറവ് ജന്തുക്കളെ കണക്കാക്കാതെ, മറ്റ് അറവ് ജന്തുക്കളെ പോലെ കണക്കാക്കാതെ പ്രത്യേകം ആദരവോടെ പെരുമാറുക. അതായത് ബലി അർപ്പിക്കാൻ വേണ്ടി വാങ്ങുന്ന മൃഗം യാതൊരു ന്യൂനതയും ഇല്ലാത്തതും ഒത്ത തടിയുള്ളതുമായിരിക്കണം. അതിനെ കൊണ്ടുപോകുന്നത് ആദരവോടെ ആകുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്യൽ ഹൃദയത്തിൻ്റെ ഭക്തിയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവോടുള്ള ഭയഭക്തി ഹൃദയത്തിൽ സ്ഥലം പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ന് സാരം. ഹൃദയത്തിൽ തഖ്വ അഥവാ ഭക്തി എന്ന് പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ തഖ്വ ഏറെയുണ്ടെന്ന് വരും. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ശരീരത്തിൻ്റെ തഖ്വ പോരാ, ഹൃദയത്തിൻ്റെ തഖ്വയും കൂടി വേണം. അടിസ്ഥാനം അതാണ്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. ആയത്ത് 33. ലക്കും ഫിഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ. നിശ്ചിതമായ അവധി വരെ നിങ്ങൾക്കവയിൽ ഉപകാരങ്ങളുണ്ട്. അതായത് ബലിയറുക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയം വരെ നിങ്ങൾക്കവയുടെ പാൽ കുടിക്കാം, ഒട്ടകത്തെ വാഹനമായി ഉപയോഗിക്കാം. സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. പിന്നെ അവയെ അറുക്കേണ്ടത് ആ പുരാതന വീടിൻ്റെ അടുക്കലേക്ക് പോയിട്ടാകുന്നു. ആയത്ത് 34. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ സമുദായങ്ങൾക്കും ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. മൻസക എന്നതിന് ബലികർമ്മം എന്നും ആരാധനാകർമ്മം എന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥം ഇവിടെ യോജിക്കും. വിവിധ സമുദായങ്ങൾക്ക് വിവിധ ആരാധനാകർമ്മങ്ങളും ബലികർമ്മങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് പേജ് നമ്പർ 1167. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്ക് അള്ളാഹു കൊടുത്ത കന്നുകാലി മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ പേര് അവർ പറയുവാൻ വേണ്ടി അവയെ അറുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അറുക്കണം. ബലി അള്ളാഹുവിനുള്ളതാണ്, മറ്റാരുടെയും പേര് പറഞ്ഞ് അറുക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട ഇബാദത്താണ് ബലികർമ്മം. ഏതൊരു സൃഷ്ടിയുടെ പേരിലായാലും അത് ബഹുദൈവാരാധനയാണ്.
ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്നാൽ നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാകുന്നു. ഈ മൃഗങ്ങളെ സൃഷ്ടിക്കുകയും അവയെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ സൗകര്യപ്പെടുത്തി തരികയും അവയെ അറുത്ത് അവയുടെ മാംസം നിങ്ങൾക്ക് അനുവദിക്കുകയും അവ മുഖേന നിങ്ങൾക്ക് പല ഉപകാരങ്ങളും നൽകുകയും ചെയ്ത അനുഗ്രഹ കർത്താവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവൻ നിങ്ങളുടെ ആരാധനയ്ക്ക് അവകാശിയാണ്. അവനെ ആരാധിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ്. അവനെ ആരാധിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. വേറെ ഒരു ആരാധ്യനും നിങ്ങൾക്ക് ഇല്ല തന്നെ. ഫലഹു അസ്ലിമു, അതുകൊണ്ട് അവന് വേണ്ടി നിങ്ങൾ ആത്മാർപ്പണം ചെയ്യുവീൻ. വബശ്ശിറിൽ മുഖ്ബിതീൻ, വിനീതന്മാരെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ആയത്ത് 35, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറ്റി പരാമർശിക്കപ്പെടുമ്പോൾ ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നവരായ, വസ്വാബിരീന അലാ മാ അസ്വാബഹും, അവർക്ക് അനുഭവപ്പെടുന്ന ദുരിതങ്ങളിൽ സഹനം അവലംബിക്കുന്നവരും, വൽ മുഖീമിസ് സ്വലാത്തി, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതുമാകുന്നു. അങ്ങനെയുള്ള വിനീതന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ആയത്ത് 36, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി, ബലിയൊട്ടകങ്ങളെ നിങ്ങൾക്ക് നാം അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കി തന്നിരിക്കുന്നു. ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട്. ഇഹലോകത്ത് അവയുടെ പാലും മറ്റും ഉപയോഗിക്കുകയും അവയെ വാഹനമാക്കുകയും അവ മുഖേന പരലോകത്ത് പുണ്യം സമ്പാദിക്കുകയും ചെയ്യാം. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ, അതിനാൽ അവയെ വരിവരിയായി നിർത്തിക്കൊണ്ട് അവയുടെ മേൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ബലി അറുക്കുക. പേജ് നമ്പർ 1168. ഫഇദാ വജബത് ജുനൂബുഹ, അങ്ങനെ അവയുടെ പാർശ്വങ്ങൾ നിലംപതിക്കുമ്പോൾ, അവയുടെ പ്രാണൻ പോകുമ്പോൾ, ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവീൻ. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെയും തുറന്ന് ആവശ്യപ്പെടുന്നവനെയും നിങ്ങൾ തീറ്റുകയും ചെയ്യുവീൻ. കദാലിക സഖർനാഹാ ലക്കും, ഇപ്രകാരം അവയെ നിങ്ങൾക്ക് വേണ്ടി നാം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നത് വേണ്ടി. ആയത്ത് 37, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അവയുടെ മാംസങ്ങളോ രക്തങ്ങളോ അല്ലാഹുവിങ്കിൽ എത്തുന്നേയില്ല. ആ മൃഗങ്ങളുടെ രക്തമോ മാംസമോ അല്ലാഹുവിന് ആവശ്യമില്ല. അതൊന്നും അല്ലാഹു കാര്യമായി നോക്കുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, എന്നാൽ നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തിയാണ് അല്ലാഹുവിങ്കിൽ എത്തുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനോടുള്ള ഭക്തി ഉണ്ടോ? ജീവിതത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നുണ്ടോ? അത് എത്രത്തോളം എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. കദാലിക സഖറഹാ ലക്കും, ഇപ്രകാരം ആ മൃഗങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അവൻ അധീനപ്പെടുത്തി തന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ അള്ളാഹു നിർവയിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്താൻ വേണ്ടി. അള്ളാഹുവിൻ്റെ ഹിദായത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ലഭിച്ചവർ മഹാഭാഗ്യവാന്മാരാണ്. അപ്പോൾ അതിന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം. വബശ്ശിറിൽ മുഹ്സിനീൻ, സദ്വൃത്തർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അവർക്ക് നല്ല പ്രതിഫലമുണ്ട്. പുറമെ ഭക്തി പ്രകടിപ്പിക്കുകയും ഹൃദയങ്ങളിൽ ഭക്തിരഹിതമായി തീരുകയും ചെയ്താൽ യാതൊരു കാര്യവുമില്ല. മൃഗബലി നടത്താൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മനസ്സ് വേദനിക്കുന്ന ചിലരുണ്ടാകും. അവർക്ക് അള്ളാഹു ഉദാരമായി പുണ്യം നൽകും. ആത്മാർത്ഥതയാണ് ഏറ്റവും പ്രധാനം. ആയത്ത് 38, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, നിശ്ചയമായും വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധിക്കുന്നതാകുന്നു. മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഹിജ്റ 6-ാം വർഷത്തിൽ ഉംറ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ മക്കാ മുശ്രിക്കുകൾ അവരെ തടഞ്ഞല്ലോ. കഠിനമായ മനോവേദനയോടെ അവർ മദീനയിലേക്ക് മടങ്ങി. അങ്ങനെ വ്യസനിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. ഈ തടസ്സങ്ങളെല്ലാം നീക്കി സൗകര്യപ്പെടുത്തി കൊടുക്കുമെന്നും അതിനെന്താണ് അവർ ചെയ്യേണ്ടതെന്നും അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, നിശ്ചയമായും മഹാവഞ്ചകനും വളരെ നന്ദി കെട്ടവനുമായ യാതൊരുത്തനെയും അള്ളാഹു സ്നേഹിക്കുകയില്ല. അവരെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതാകുന്നു.